മരുന്നുകൾ പകുതി വിലയിൽ വിശ്വസ്തയോടെ ഇനി മേപ്പാടത്തും. ചേലക്കര മേപ്പാടം സെന്ററിൽ ജനനന്മ മെഡിക്കൽസ് പ്രവർത്തനം തുടരുന്നു. ഉതുവടിക്കും പാഞ്ഞാളിനും പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി മേപ്പാടത്തുകാർക്കും സ്വന്തം. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10% മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് 50% ലാഭവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം. അതാണ് ജനനന്മ. ജനനന്മ മെഡിക്കൽസ്, മേപ്പാടം സെന്റർ, ചേലക്കര. തിരുവല്ലോമലയിൽ നടന്ന UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഓരോ പ്രവർത്തകരും സ്ഥാനാർത്ഥികളായി മാറണമെന്ന് PM മനീഷ്. സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്ന് യുവ പ്രതിഭ പുരസ്കാരം ജേതാവിനെ ആദരിച്ചു. തിരുവല്ലോമലയിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആവേശകരമായി നടന്നു. കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PM മനീഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ ബഡ്ജറ്റിലെ പദ്ധതികൾ ഈ നാടിന് വേണ്ടി തിരുവല്ലാമലയ്ക്ക് വേണ്ടി നടപ്പിലാക്കേണ്ട പദ്ധതികൾ ഉണ്ടാകേണ്ടത്. വികസന സർക്കാരിൽ വെച്ച വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിൽ BJP ഭരണസമിതി നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും നാടിലെ കോൺഗ്രസ് പഞ്ചായത്ത് ആലോചന നടപ്പിലാക്കിയ ആ വികസന രേഖയ്ക്കപ്പുറം ഒരു രൂപയുടെ പദ്ധതി വെക്കാൻ എന്റെ BJP-ക്കാർ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? എത്ര കാലം കപടമായി സത്യമല്ലാത്ത വാചകങ്ങൾ പറഞ്ഞ് സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കും? ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണ്ടേ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് തിരുവല്ലാമലയിൽ രണ്ട് മുന്നണിക്കെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാറുണ്ട്. ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 30 വർഷക്കാലമായി പൊതുരംഗത്ത് നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവജന പ്രസ്ഥാനമായ ഇന്ത്യൻ കോൺഗ്രസിന്റെ ചേലക്കരയിലെ മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റായ ശ്രീ ശിവൻ വീട്ടിക്കുന്ന്. ഒരു പൊതുപ്രവർത്തകനെ ഏറ്റുമാനം അംഗീകരിക്കേണ്ടത്, അവനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്, അവനെല്ലാ തരത്തിലും പിന്തുണ കൊടുക്കേണ്ടത്, പൊതുപ്രവർത്തകൻ കൊടുക്കേണ്ട പ്രദേശം എവിടെയാണ്? സ്വന്തം നാട്ടിൽ, സ്വന്തം വാർഡിൽ. ആ സ്വന്തം വാർഡിൽ 2 തവണ ഗ്രാമപഞ്ചായത്ത് അംഗമായി. ചേലക്കരയിലെ UDF വിജയത്തിനായി ഓരോ പ്രവർത്തകരും സ്വയം സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ആ സമയപരിധിയൊക്കെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും ഓരോ ശ്രമിക്കുന്നതിനായി മാറിക്കൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ കൊണ്ട് രേഖപ്പെടുത്തുന്ന വലിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമുക്ക് അന്തിമ വിജയം എന്നുള്ളത് നമ്മുടെ മാത്രമാണ്. ആ അന്തിമ വിജയത്തിലേക്ക് എത്തിപ്പിടിക്കുവാൻ, ആ അന്തിമ വിജയം പ്രാവർത്തികമാക്കുവാൻ നിങ്ങളെല്ലാവരും മുന്നോട്ട് പോകണം. അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന എല്ലാവിധ പ്രചോദനവും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങളുടെ ഈ ദിനാചരണത്തിന് എനിക്ക് വേണ്ടി നിങ്ങൾ തേടി ഇതിനകത്ത് വലിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവരും എനിക്ക് വേണ്ടി കൊണ്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. ചടങ്ങിൽ വെച്ച് കേരള സർക്കാരിന്റെ യുവപ്രതിഭ പുരസ്കാര ജേതാവ് സുധി ഉണ്ണികൃഷ്ണനെ സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്ന് ആദരിച്ചു. UDF നേതാക്കളായ PM അമീർ, മൊയ്തീൻകുട്ടി, M ഉദയൻ, PK മുരളീധരൻ, KG സന്തോഷ്, A മുരളി, അരവിന്ദാക്ഷൻ നായർ, ശിവശങ്കരൻ, വിനോദ്, ഉണ്ണികൃഷ്ണൻ, K പത്മജ, രാമു മലവട്ടം തുടങ്ങിയവർ സംബന്ധിച്ചു. എടുത്ത് പറയാൻ കഴിയുന്നത് ഇപ്പൊ 6 ലക്ഷം രൂപയുണ്ട്. ഉമ്മൻചാണ്ടി ഇത്രയും പ്രതീക്ഷിക്കുന്നത് നമുക്ക് സുനിശ്ചിതമായ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ BJP-യും CPM-ഉം ഒക്കെ BJP പറയുന്നത് ചേലക്കരന്ന് പിടിച്ചെടുത്തത്, CPM ഞങ്ങൾ 3 പതിറ്റാണ്ടായി നിലനിർത്തിയിരുന്ന MLA സ്ഥാനം കൂടുതൽ ഭൂരിപക്ഷത്തോടെ നിലനിർത്തുന്ന സ്ഥാനകാര്യ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ നോക്കത്തിനറിയാതെ പത്രത്തിൽ സാധ്യതകളോട് നമ്മൾ അറിഞ്ഞു വരുന്നതാണ്. നിലവിലെ എല്ലാ സർവേകളും നമുക്ക് അല്ലെങ്കിൽ ഐക്യജനാധിപത്യം വേണ്ടി അനുകൂലമാണ്. ജനം പോളിംഗ് ബൂത്തിലെത്തിയ
തീർച്ചയായും അത് CCV ന്യൂസ് തിരുവല്ലോമല.